മലപ്പുറം താനൂർ ചാപ്പപ്പടിയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ പാലം അപകടത്തിലായതോടെ പാലം അടച്ചു. ഇതോടെ ദുരിതത്തിലായി കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ. പുതിയ പാലം നിർമ്മിക്കാൻ കടമ്പകൾ ഏറെയാണ്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ താത്കാലിക പാലം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് താനൂർ നഗരസഭ. താനൂർ നഗരസഭാ പരിധിയിൽ ചാപ്പപ്പടിയെയും ചിറക്കലിനെയും ബന്ധിപ്പിക്കുന്ന കനോലി കനാലിന് കുറുകെയുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നടപ്പാലമാണ് തകർന്നത്. സ്ലാബുകൾ അടർന്നു വീഴുകയും വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. തുടർന്ന് പാലം അടയ്ക്കുകയായിരുന്നു. ഇതോടെ സമീപത്തെ LP, UP സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെ പാലം ആശ്രയിക്കുന്ന കാൽനട യാത്രക്കാർ ദുരിതത്തിലായി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോരിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിയതോടെ മറ്റു നടപടികൾക്ക് കാത്തുനിൽക്കാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു നൽകുകയും ചെയ്തത്. പാലം നഗരസഭാ ചെയർമാൻ നാട്ടുകാർക്ക് തുറന്നു നൽകുകയും ചെയ്തു. ഈ പാലത്തിന്റെ ഗുരുതരാവസ്ഥ കണ്ടെത്തി അതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ താനൂർ നഗരസഭ അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾക്കും കുട്ടികൾക്കും അതിന്റെ ഉപകാരം ലഭിക്കുമെന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത്. പ്രദേശത്ത് ഗതാഗതത്തോടു കൂടിയുള്ള പാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നും നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥിരമായ രീതിയിൽ ഒരു പാലം നിർമ്മിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് ഗവൺമെന്റിന്റെ തലത്തിൽ ഉണ്ടായി വരേണ്ടതാണ്. അവിടെ ഗതാഗതത്തോടു കൂടിയുള്ള പാലം നിർമ്മിക്കേണ്ടത് സർക്കാരിന്റെ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാവണം. പുതിയ പാലം നിർമ്മിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ അതുവരെ നാട്ടുകാർക്ക് യാത്ര ദുരിതമാകുന്നു മനസ്സിലാക്കിയതോടെയാണ് നഗരസഭ മാതൃകാപരമായ ഇടപെടൽ നടത്തിയത്. മീഡിയ 1 തിരൂർ.